Meet the editors. ചോദ്യം ഇതാണ്: കുരുക്കാനോ കുറ്റപത്രം? ഉണ്ണിബാലകൃഷ്ണൻ, ഇടക്കാല ജാമ്യത്തിനുള്ള വഴിതെളിഞ്ഞു വരികയായിരുന്നു സുപ്രീം കോടതിയിൽ. നാളെ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ പോവുകയാണ്. കുരുക്കാനാണോ? നിശ്ചയമായിട്ടും അരവിന്ദ് കെജ്രിവാളിനെ കുരക്കാൻ വേണ്ടിയിട്ട് നാളെ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അരുൺ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ചൊവ്വാഴ്ച സുപ്രീം കോടതിയുടെ ഒരു മൂഡ് എന്തായിരുന്നു? സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകാൻ ആലോചിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് സഞ്ജയ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നൽകിയത്, ഇ ഡിക്ക് നൽകിയത്. അവർ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആയിരിക്കണ്ടേ? നമ്മുടെ ഈ ഭരണഘടനയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ ഡെമോക്രസിയാണ്. ഡെമോക്രസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആയിരിക്കണം. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയ്ക്ക് അരവിന്ദ് കെജ്രിവാളിന് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് പ്രചരണം നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്ന മൂഡിലേക്ക് കോടതി വരികയും അങ്ങനെ ഒരു നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇ ഡി എതിർത്തപ്പോഴും ആവർത്തിച്ച് തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്, അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല, ഒരു വലിയ ക്രിമിനൽ അല്ല, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ആൾക്ക് പ്രചാരണം നടത്താനുള്ള അവസരം കൊടുക്കുന്നതിൽ തെറ്റില്ല. അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ അതൊരു അസാധാരണമായ സാഹചര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ആ അർത്ഥത്തിൽ നാളെ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത് ഇടക്കാല ജാമ്യം നൽകാനുള്ള സാധ്യത തെളിഞ്ഞു വരും, അഥവാ സുപ്രീം കോടതി അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചിരുന്നതെങ്കിൽ വളരെ പെട്ടെന്നാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഒരു മൂവ് ഉണ്ടാകുന്നത്. ഇപ്പോൾ 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം PMLA ആക്ടിൽ, അത് ശരിയാണ്. ഇപ്പോൾ ഏതാണ്ട് 48-49 ദിവസമേ ആകുന്നുള്ളൂ. അപ്പോൾ നാളെ തന്നെ ഈ കുറ്റപത്ര സമർപ്പണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തീരുമാനമാണ്. കാരണം എന്താ വെച്ചാൽ അത് BJP-യുടെ തീരുമാനമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണ്. അതിൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ അരവിന്ദ് കെജ്രിവാൾ നാളെ ഇടക്കാല ജാമ്യം നേടി പ്രചാരണത്തിനായി പുറത്തിറങ്ങരുത് എന്ന് BJP തീരുമാനിച്ചിരിക്കുന്നത്, കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? അതാണല്ലോ രാഷ്ട്രീയമായ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. നോക്കൂ, ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അടുത്ത ഘട്ടത്തിൽ, 7 സീറ്റ് അവിടെയുണ്ട്. അതേപോലെ തന്നെ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, 10 സീറ്റുണ്ട്. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, 13 സീറ്റുണ്ട്. അങ്ങനെ മൊത്തം 30 സീറ്റുകളിൽ 7 സീറ്റും കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ 2019 BJP-ക്കല്ലേ, 10 സീറ്റും ഹരിയാനയിൽ BJP-ക്കല്ലേ. എന്നാൽ BJP പരാജയപ്പെട്ടൊരു സംസ്ഥാനമാണ് പഞ്ചാബ്. അവിടെ 13 സീറ്റുകളുള്ളതിൽ 8 സീറ്റ് കോൺഗ്രസിന് ലഭിച്ചു, 4 സീറ്റ് BJP ശിരോമണി അകാലിദൾ മുന്നണിക്ക് ലഭിച്ചു, 1 സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചു. പക്ഷേ ആം ആദ്മി പാർട്ടിയാണ് ഇപ്പോൾ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ നിയമസഭ പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ 30 സീറ്റുകളിൽ നിർണായക റോൾ വഹിക്കാൻ പോകുന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്ത് കിടക്കുന്ന ആ അരവിന്ദ് കെജ്രിവാൾ നാളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഈ പറയുന്ന പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിലും മുഖ്യ പ്രചാരകനായിട്ട് രംഗത്ത് വന്നാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്? ഇപ്പോൾ 30 സീറ്റിൽ 23 സീറ്റുള്ള 17ഉം 21 സീറ്റുള്ള BJP അടി പതറുമെന്ന കാര്യത്തിൽ അവർക്കൊരു സംശയവുമില്ല. ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്ന 4 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ ഓരോ സീറ്റും BJP-യെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു, 284 സീറ്റുകളിലേക്കാണ് ഈ 3 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 168 സീറ്റുകൾ BJP-ക്ക് ലഭിച്ചിരുന്നു. ഈ കഴിഞ്ഞ 3 ഘട്ടങ്ങൾ എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരുന്നു. 9 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി. അതിൽ കേരളവും തമിഴ്നാടും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 7 സംസ്ഥാനങ്ങളും 2019 BJP-ക്ക് സമ്പൂർണ്ണ വിജയം സമ്മാനിച്ച സംസ്ഥാനങ്ങളാണ്. അവിടെയാണ് കാറ്റെതിരായിരിക്കുന്നതെന്ന് BJP-ക്ക് ഉറപ്പുണ്ട്. അവിടെയെല്ലാം വീഴ്ചകൾ സംഭവിക്കാൻ പോകുന്നു, അവിടെയെല്ലാം സീറ്റുകൾ നഷ്ടപ്പെടാൻ പോകുന്നു. ഇനി ഒരു ഘട്ടത്തിൽ പോലും ഒരു വീഴ്ചയും വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ BJP-ക്ക് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് അപ്രാപ്യമായി തീരും. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ പോലൊരു പ്രധാനപ്പെട്ടയാളെ രംഗത്തേക്ക് ഇറക്കി വിട്ടുകൊടുത്തുകൊണ്ട്, അതിനൊരു അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ഈ 30 സീറ്റുകളിൽ ഈ പറയുന്ന 21 സീറ്റുകൾ എന്ന് പറയുന്ന ആ വലിയ നേട്ടത്തിൽ നിന്ന് താഴത്തേക്ക് പോകാൻ അവരാഗ്രഹിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ഇനിയിപ്പം ജാമ്യം കിട്ടി പ്രചാരണത്തിന് ഇറങ്ങിയില്ല എങ്കിൽ പോലും ഡൽഹിയിൽ കാര്യങ്ങൾ BJP-ക്ക് സുഗമമല്ല. അവിടെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം എന്ന് പറയുന്നത് 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ നേടാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരിയാനയിലെ സ്ഥിതി എന്താ? ആ മന്ത്രിസഭ ന്യൂനപക്ഷമായിരിക്കുകയാണ്. BJP അവിടെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ തവണ 10 സീറ്റ് നേടിയ BJP-ക്ക് അവിടെ 4 സീറ്റുകൾ പോലും കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെയാണ് പഞ്ചാബിൽ കഴിഞ്ഞ പ്രാവശ്യം 4 സീറ്റുണ്ട് BJP ശിരോമണി അകാലിദൾ സഖ്യത്തിന്. ഇപ്രാവശ്യം അവിടെ സഖ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു നേട്ടവും ഇപ്രാവശ്യം BJP അവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല. ആ അർത്ഥത്തിൽ ഈ 30 സീറ്റുകളിൽ മാത്രം
അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയൊരു ശതമാനം സീറ്റുകളാണ്. അതാണ് ഒന്നാമത്തെ പ്രതിസന്ധി. അത് കഴിഞ്ഞാൽ നോക്കൂ, മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി എന്താണ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, BJP എന്ന പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയ ഡെവലപ്മെൻ്റ് അല്ല, ഞാനതൊരു ചെറിയ കാര്യമായിട്ട് അവതരിപ്പിക്കുകയല്ല. BJP എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പല കാരണങ്ങളാൽ നരേന്ദ്രമോദി, അമിത്ഷാ നേതൃത്വത്തോട് വലിയ വിയോജിപ്പുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് അതിശക്തമായൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തിയില്ല എങ്കിൽ മോഡിയും അമിത്ഷായും BJPയുടെ നേതൃത്വത്തിൽ സുരക്ഷിതരല്ല എന്നൊരു സാഹചര്യം വരും. ഇതൊരു പുതിയ സാഹചര്യമായിട്ടൊന്നും കാണണ്ട. 2014 നരേന്ദ്രമോദിയായിരുന്നു BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. പക്ഷേ നരേന്ദ്രമോദി BJPയുടെ പ്രധാനമന്ത്രിയായി വരാതിരിക്കാനുള്ള എല്ലാ അണിയറ നീക്കങ്ങളും BJPക്കുള്ളിൽ തന്നെ അക്കാലത്ത് രൂപപ്പെട്ടിരുന്നു. അതിന് നേതൃത്വം കൊടുത്തിരുന്നത് LK അദ്വാനിയായിരുന്നു. അന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, 250 ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് രൂപപ്പെട്ടിരുന്നു BJPക്കകത്ത്. അതായത് കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടില്ല, 250 കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല, കാരണം സഖ്യകക്ഷികൾ വേണം. സഖ്യകക്ഷികൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഫേസ് അല്ല നരേന്ദ്രമോദി ആഫ്റ്റർ ഗോദ്ര. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഹാർഡ് കോർ അല്ലാത്തൊരു നേതാവ് എന്നതിലേക്ക് അദ്വാനി മാറുകയും ചെയ്തു. അപ്പോൾ അദ്വാനിക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടൊരു രൂപപ്പെടൽ ആ BJP പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് അവിടെ അവസാനിച്ചിട്ടില്ല, അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ അടുത്ത 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. ഒന്ന്, BJPയുടെ നേതൃത്വത്തിനകത്ത് വലിയൊരു വിഭാഗം കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് എടുത്തിട്ടുള്ള എല്ലാ സ്ട്രാറ്റജികളും തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഒന്നാമത്തെ പിഴവായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് 400 സീറ്റുകൾ കിട്ടും എന്ന് പറയുന്ന ഒരു നറേഷൻ ഉണ്ടാക്കിയത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് BJPയിൽ ഒരു വലിയ വിഭാഗം വിലയിരുത്തുന്നുണ്ട്. അത് നമുക്ക് ഗ്രൗണ്ടിലും കാണാം. ഉത്തർപ്രദേശിലൊക്കെ ഇപ്പോൾ എന്താ സംസാരിക്കുന്നതെന്നറിയാമോ? വലിയ പ്രചാരണം ഇന്ത്യ ബ്ലോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് 400 സീറ്റ് BJPക്ക് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇവർ ഈ ഭരണഘടന തിരുത്തും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന റിസർവേഷൻ അടക്കമുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെടുമെന്ന് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ OBC അടക്കമുള്ള വിഭാഗങ്ങൾക്കും ഇടയിൽ വലിയ രീതിയിൽ പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ത്യ ബ്ലോക്കിന്. അതുകൊണ്ടാണ് ഈ അപകടം മണത്ത നരേന്ദ്രമോദി വളരെ പെട്ടെന്ന് ഈ പറയുന്ന OBCക്കും അതേപോലെ തന്നെ SC STക്കുമാണ് സംവരണാനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നതും ഇതെല്ലാം പിടിച്ചെടുത്ത് മംഗൾസൂത്രം അടക്കം പിടിച്ചെടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്ന മുസ്ലിങ്ങൾക്കാണെന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ചത് ഉത്തർപ്രദേശിൽ വലിയ അടിയൊഴുക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് അവരുടെ ഒന്നാമത്തെ പിഴ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പിഴയായിട്ട് BJPക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം എന്ന് പറയുന്നത് നിതീഷ് കുമാർ ഒരു ബാഗേജായി പോയി എന്നുള്ളതാണ്. ബീഹാറിൽ വലിയ ആൻറ്റി ഇൻകംബൻസി നേരിട്ടുകൊണ്ടിരുന്ന നിതീഷ് കുമാറിനെ പിടിച്ച് ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് BJPയുടെ പാളയത്തിലേക്ക് കൊണ്ടുവരുന്നത് വഴി ബീഹാറിൽ ഒരു വലിയ വീഴ്ചയാണ് സംഭവിക്കാൻ പോകുന്നത്. അവർക്ക് വലിയ സീറ്റ് നഷ്ടമുണ്ടാകാൻ പോകുന്നത് മാത്രമല്ല, അപ്പുറത്ത് ലാലു പ്രസാദിനും അതേപോലെ തന്നെ തേജസ്വി യാദവിനും അനുകൂലമായിട്ടുള്ളൊരു തരംഗം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് BJP വിലയിരുത്തുന്നു. അതാണ് രണ്ടാമത്തെ വീഴ്ചയായിട്ട് കരുതുന്നത്. മൂന്നാമത്തെ വീഴ്ചയായിട്ട് കരുതുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണം എന്താണെന്നറിയാമോ? ഒറിജിനൽ NCP, ഒറിജിനൽ ശിവസേന. ഇത് വലിയ പ്രശ്നമാണ്. അവിടെ ഒറിജിനൽ NCP ആയിട്ട് ആളുകൾ കാണുന്നത് ശരത് പവാറിൻ്റെ NCP ആണ്, ഒറിജിനൽ ശിവസേനയായിട്ട് കാണുന്നത് ഉദ്ധവ് താക്കറയുടെ NCP പിന്നെ ശിവസേനയാണ്. അവിടെ അജിത് പവാറിനെ കൊണ്ടുവന്നതും ഏക്നാഥ് ഷിൻഡെയെ കൊണ്ടുവന്നതും തെറ്റായ സ്ട്രാറ്റജിയാണ്. ആദ്യം ഏക്നാഥ് ഷിൻഡെയെ കൊണ്ടുവന്നു, ഇപ്പോൾ അവർക്കൊരു തിരിച്ചറിവുണ്ട് ഷിൻഡെയ്ക്കുള്ള സ്വാധീനം വളരെ കുറവാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് MNCയെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയെ കൊണ്ടുവരാൻ ശ്രമിച്ചത് രാജ് താക്കറെ വന്നില്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ഒറിജിനൽ പിന്നെ NCPക്കും ഒറിജിനൽ ശിവസേനയ്ക്കും അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഉണ്ടാകുന്നു. എഗെയിൻ സ്ട്രാറ്റജിക്കലായിട്ടുള്ള പിഴവ് വീണ്ടും അവിടെ നരേന്ദ്രമോദിക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇത് കൂടാതെയാണ് ക്ഷത്രിയ ഹിന്ദുക്കൾ, രാജ്പുത്ത്, ബ്രാഹ്മിൻസ്, ഈ 3 വിഭാഗങ്ങൾ വലിയ രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ BJPക്ക് എതിരായിട്ട് നീങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു വികാരം ഉണ്ടാകുന്ന ഒരു ഫാക്ടർ ആദിത്യനാഥാണ്. ഈ യോഗി ആദിത്യനാഥ് അവിടെ ഒരു വലിയ കളി കളിക്കുന്നുണ്ട് BJPക്ക് എതിരായിട്ട് തന്നെ. അതിൻ്റെ കാര്യം എന്താണ്? നരേന്ദ്രമോദിയും അമിത്ഷായും വളരെ പവർഫുള്ളായിട്ട് കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ ആദ്യം തെറിക്കാൻ പോകുന്ന സീറ്റ് ആരുടെയാണെന്നറിയാമോ? യോഗി ആദിത്യനാഥിൻ്റെതാണ്. അതിനൊരു ഉദാഹരണവും കൂടി അവർ പറയുന്നുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാനും വസുന്ധര രാജെ സിന്ധ്യയ്ക്കും സംഭവിച്ച അതേ വിധി തന്നെ ഈ പറയുന്ന ആദിത്യനാഥിനെ കാത്തിരിക്കുകയാണ് എന്നാണ്. അതുകൊണ്ട് 50-ൽ താഴെ ഉത്തർപ്രദേശിൽ പിടിക്കേണ്ടതുള്ളൂ എന്ന് ആദിത്യനാഥ് വിഭാഗം കരുതുന്നുണ്ട്. ഈ അർത്ഥത്തിൽ വലിയ പൊട്ടിത്തെറികളിലേക്കാണ് BJP പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഡെവലപ്മെൻറ്റ് BJPയിൽ ഉണ്ടാകുന്നത്? നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകത്തിൽ 2 ഫേസിൽ ഇലക്ഷൻ കഴിഞ്ഞു, അവിടെ അവസാനിച്ചു. 28 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു, അവസാനിച്ചു. 26 സീറ്റും കഴിഞ്ഞ പ്രാവശ്യം പിന്നെ BJPക്കാണല്ലോ. ഇപ്രാവശ്യത്തെ ട്രെൻഡ് എന്താണെന്നറിയോ? ആദ്യഘട്ടത്തിൽ ഏപ്രിൽ 26-ാം തീയതി നടന്ന 1ാം ഘട്ട വോട്ടെടുപ്പിൽ 14 സീറ്റുകളിൽ 6 സീറ്റ് കിട്ടിയാൽ നന്നായി എന്നാണ് BJPയുടെ വിലയിരുത്തൽ. ആഭ്യന്തര വിലയിരുത്തലാട്ടോ ഞാൻ ഈ പറയുന്നത്. 5 സീറ്റ് പരമാവധി ലഭിക്കാം, 1 സീറ്റ് കൂടി വേണമെങ്കിൽ ലഭിക്കാം. എത്ര പോയി? 8 സീറ്റ് പോയി. 2ാം ഘട്ടത്തിലെ സ്ഥിതി എന്താ? പ്രജ്വൽ രേവണ്ണ ആ ഇഷ്യൂ വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് വരെ പോകുമെന്നാണ് BJPയുടെ
ബിയുടെ വിലയിരുത്തൽ. ബാക്കി 4 സീറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 18 സീറ്റ് വരെ അവിടെ കോൺഗ്രസ് നേടും എന്നാണ് അർത്ഥം. അത് കൂടാനാണ് സാധ്യത. അതായത് വലിയൊരു തിരിച്ചടി കർണാടകത്തിൽ നടക്കാനിരിക്കുന്നു. ഈ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് BJP ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അടുത്ത 3-4 ഘട്ടങ്ങളിൽ എന്തു വില കൊടുത്തും പരമാവധി സീറ്റുകൾ നേടാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. എൻ്റെ പോയിന്റ് അതല്ല. ഞാൻ പറയുന്നത് BJPക്ക് ഇപ്രാവശ്യം ഈ പറയുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് വിലയിരുത്തുമ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു. ആ തിരിച്ചടി എന്ന് പറയുന്നത് സിമ്പിൾ മെജോറിറ്റിയിലേക്ക് അവരെത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ സിമ്പിൾ മെജോറിറ്റിയിലേക്ക് അവരെത്തിയില്ല എങ്കിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വലിയ പടയൊരുക്കം BJPയിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് നരേന്ദ്രമോദിക്കെതിരാണ്, അത് അമിത്ഷായ്ക്കെതിരാണ്. അത് നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ ഏകാധിപത്യത്തിൽ ഇതെല്ലാം അമർത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വികാരം വളരെ ശക്തമാണ്. ഒരു പരിധിയോളം ഇവർ അടിപ്പെടട്ടെ എന്ന വികാരം കൊള്ളുന്ന ആളുകൾ പോലും BJPയിൽ ഒരു വലിയ പക്ഷമായിട്ടുണ്ട്. അതുകൊണ്ട് BJP നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. അവർക്ക് ഈ പറയുന്ന BJPക്ക് ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവരുടെ കസേര നിലനിർത്താൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അത്ര അപകടകരമായ പൊട്ടിത്തെറിയിലേക്ക് BJP നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഈ പറയുന്ന 2024 ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. ഒട്ടേറെ വിഷയങ്ങൾ BJPക്ക് അകത്ത് വലിയ ചർച്ചയായി രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ പ്രതിസന്ധി നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത 4 ഘട്ടങ്ങളിൽ കാറ്റെതിരാകുമെന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പ്രചാരണത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നികേഷ് പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നികേഷ് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അദാനി വിഷയം, അംബാനി വിഷയം എടുത്തിട്ട് നന്നായി. കാരണം ആ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ കാര്യമായി ചർച്ച ചെയ്യപ്പെടായിരുന്നുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടുമെന്ന് ഇന്ന് നോക്കൂ. എല്ലാ പ്രതികരണങ്ങളും വന്നിരിക്കുന്നത് അദാനി അംബാനി ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് പ്രിയങ്കാ ഗാന്ധി അടക്കം പ്രതികരിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു എക്കണോമിക് ഇംബാലൻസ് എന്ന് പറയുന്ന വിഷയം അടിസ്ഥാന പ്രശ്നത്തിലേക്ക് വന്നു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഈ പറയുന്ന എല്ലാ പ്രതിസന്ധിയും, സാമ്പത്തിക പ്രതിസന്ധിയും പാവപ്പെട്ടവർ അനുഭവിക്കുമ്പോൾ രാജ്യത്തൊരു സമ്പന്ന വർഗം ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവർക്ക് വിടിപണി ചെയ്യുന്ന ആളുകളായിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും മാറിയിട്ടുണ്ടെന്നുള്ളൊരു വിഷയത്തെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് വരുന്ന ഘട്ടങ്ങളിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമല്ല, വലിയൊരു പൊട്ടിത്തെറിക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എന്താ പറയുക, ഒരു വോൾക്കാനോയാണ്, ഒരു അഗ്നിപർവ്വതമായിട്ട് BJP മാറിയിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് എൻ്റെ വിലയിരുത്തൽ. വളരെ പെട്ടെന്നൊരു വേളയ്ക്ക് പോകാം. അരവിന്ദ് കെജ്രിവാളിനെ കുരുക്കാനോ കുറ്റപത്രം എന്നാണ് ചോദ്യം. സ്മൃതി, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെയെങ്കിലും ജയിലിൽ തന്നെ കേജ്രിവാളിനെ ഇടണം, പുറത്തേക്ക് ഒരു തരത്തിലും വരരുത് എന്ന ഉദ്ദേശം തന്നെയാണ്. അതിന് വേഗത്തിൽ കാര്യങ്ങൾ നീക്കുക തന്നെയാണ്. നാളെ കുറ്റപത്രം നൽകാനിരിക്കുന്നതും അങ്ങനെയാണ്. കേജ്രിവാളിനെതിരെ നേരത്തെ തെളിവുകളില്ല എന്നാണ് മൊഴി നൽകിയവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ കേജ്രിവാളാണ് സൂത്രധാരൻ എന്ന രൂപത്തിലേക്കാണ് കുറ്റപത്രം തയ്യാറാക്കുന്നത്. ഇന്നിപ്പോൾ ഇടക്കാല ജാമ്യത്തിൽ വിധി പറയാനിരിക്കെ എന്നൊരു പുതിയൊരു സത്യവാങ്മൂലം കൂടി കൊടുത്തിരിക്കുകയാണ്. ആ സത്യവാങ്മൂലം ശരിക്കും ഒരു രാഷ്ട്രീയ ആഘാതം, പുറത്തിറങ്ങിയാലുള്ള രാഷ്ട്രീയ ആഘാതം ഭയന്നുകൊണ്ടുള്ള സത്യവാങ്മൂലമാണ്. റൈറ്റ് ടു ക്യാമ്പയിൻ എന്നുള്ളത് ഭരണഘടനാ അവകാശമല്ല എന്ന് പറയുന്നു. വിവിധ തരം തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന രാജ്യമാണ്, അതിൻ്റെ പേരിൽ ജാമ്യം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നു. കേജ്രിവാളിന് പ്രത്യേക പരിഗണന നൽകി ജാമ്യം നൽകുന്നത് നിയമവാഴ്ച തകർക്കുകയാണെന്ന് പറയുന്നു. പൗരന്മാരെ 2 തട്ടിലാക്കുന്നു എന്ന് പറയുന്നു. രാഷ്ട്രീയക്കാർക്ക് പ്രത്യേക പരിഗണന എന്നുള്ളത് അവകാശപ്പെടാനാവുന്നില്ല എന്ന് പറയുന്നു. ആദർശരഹിതരായ രാഷ്ട്രീയക്കാർക്ക് കുറ്റകൃത്യം ചെയ്യാനുള്ളൊരു പ്രേരണ ഇത് നൽകുമെന്ന് പറയുന്നു. അപ്പോൾ കസ്റ്റഡിയിലിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വിജയിച്ച പ്രസിഡൻസ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ എന്നുകൂടിയാണ് ഈ സത്യവാങ്മൂലത്തിലൊക്കെ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് തടയുക എന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ വ്യക്തവുമാണ്. ഈ പറഞ്ഞതുപോലെ 3 തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഡൽഹിയിൽ നടക്കാനിരിക്കുന്നത് 25-ന്, ഹരിയാനയിലും 25-ന്, ജൂൺ 1-ന് പഞ്ചാബിൽ നടക്കാനിരിക്കുന്നു. ഈ 3 തെരഞ്ഞെടുപ്പിലേക്കും പ്രചാരണത്തിന് കേജ്രിവാൾ ഇറങ്ങുന്നത് ഇവർക്ക് ആലോചിക്കാനേ വയ്യ. ഇപ്പോൾ മോദിയുടെ പ്രചാരണത്തിൽ ഇപ്പോൾ ഇന്നലെ തന്നെ കണ്ടില്ലേ ഏതിലേക്കൊക്കെയാണ് എത്തുന്നത്, മോദി എന്തൊക്കെയാണ് പറയുന്നത്, നമുക്ക് തന്നെ ഏത് തരത്തിലേക്കാണ് പോകുന്നത് ബോധ്യമാകാത്ത രീതിയിൽ, ജൽപ്പനങ്ങളാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ദ്രൗപദി മുർമു കറുത്ത നിറമുള്ള ആളായതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാതിരുന്നത്. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായി ഏതൊക്കെയോ ഘട്ടത്തിലൊക്കെ വിളിച്ചു പറയുന്ന ഒരു രൂപത്തിലേക്ക് മോദി എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിൽ 2019 തെരഞ്ഞെടുപ്പ് പ്രകാരമാണെങ്കിൽ BJPക്ക് 50% വോട്ട് കിട്ടിയതാണ്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടി ജയിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കാര്യങ്ങൾ മാറ്റിമറിക്കുമെന്നുള്ള വലിയ ഭയമുണ്ട്. പഞ്ചാബിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്താണ് അവസ്ഥ? അവിടെ ഇപ്പോൾ അവിടുത്തെ BJP സ്ഥാനാർത്ഥികൾക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കർഷകരോഷം അത്ര ശക്തമാണ്. ഡൽഹിയിലേക്ക് ഞങ്ങളെ കയറ്റുന്നില്ലെങ്കിൽ ഇവിടേക്കും വരണ്ട എന്ന രൂപത്തിലാണ് അവിടെ വലിയ പ്രതിഷേധം വരുന്നത്. അവിടെ ഇപ്പോഴും 2 കർഷകർ മരിച്ച സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രതിഷേധങ്ങളൊന്നും ആ രൂപത്തിൽ പുറത്തേക്ക് വരുന്നില്ല, നമ്മൾ അറിയുന്നില്ല.
അത്രയ്ക്ക് ശക്തമായിട്ട് പ്രതിഷേധമാണ്. അപ്പോൾ അവിടെ പഞ്ചാബിൽ നില പരിങ്ങലിലാണെന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. അവിടേക്ക് ഈ കർഷക രോഷത്തിനൊപ്പം കേജ്രിവാൾ കൂടി പ്രചാരണത്തിലെത്തിയുള്ള ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ. അത് തീർച്ചയായും ഭയക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു രൂപത്തിലും കേജ്രിവാളിനെ പൂട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ രാജ്യദ്രോഹി എന്ന് ബ്രാൻഡ് ചെയ്യാനുള്ള ശ്രമമാണ്. ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ മറ്റൊരു കേസ് കൂടി കൊടുക്കുകയാണ്. NIA അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഖലിസ്ഥാൻ ബന്ധം അവിടെ വെച്ച് മറ്റേ ഗുൽവന്ത് സിംഗ് പന്നുവുമായി ന്യൂയോർക്കിൽ വെച്ച് ഒരു ചർച്ച നടത്തി, ഒരു ഗുരുദ്വാരയിൽ വെച്ച് ചർച്ച നടത്തി. ആ ചർച്ച പ്രകാരം $16 മില്യൺ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യദ്രോഹിയാണ് കേജ്രിവാൾ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ഹേമന്ത് സോറനെയൊക്കെ പോലെ കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം അങ്ങ് രാജിവെച്ചേക്കും ഈ കേസിലേക്ക് വരുമ്പോൾ എന്നാണ് BJP പ്രതീക്ഷിച്ചത്. അത് സംഭവിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഈ സഞ്ജയ് സിംഗിന് ജാമ്യം കൊടുത്ത ഘട്ടത്തിൽ ആ വിധിയിൽ തന്നെ കോടതി വളരെ വിശദമായ വിധിയാണ്. ആ വിധിയിൽ തന്നെ പറയുന്നുണ്ട് ഈ കേസിന് തെളിവുകളുടെ പിൻബലമില്ല എന്ന്. അപ്പോൾ കേജ്രിവാളിന് ജാമ്യം കൊടുക്കുമ്പോൾ ആ തരത്തിലൊരു ശക്തമായ പരാമർശം സുപ്രീം കോടതിയിൽ നിന്ന് വന്നാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ജാമ്യം ലഭിക്കുകയും ഈ തരത്തിലുള്ളൊരു കേന്ദ്രത്തിനെതിരായ വിമർശനം വരികയും കൂടി രണ്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആശങ്ക വലിയ രീതിയിലാണ്. അപ്പോൾ ആ രാഷ്ട്രീയ ആഘാതം ഭയന്നുകൊണ്ടാണ് കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേക സത്യവാങ്മൂലവും നാളത്തെ കുറ്റപത്രവും അതാണ് സൂചിപ്പിക്കുന്നത്. പുറത്തിറങ്ങരുതെന്നുള്ളതാണ്. പക്ഷേ കോടതി കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്, അതിന്മേൽ ഉറച്ചു നിൽക്കുമെങ്കിൽ. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കാരണങ്ങൾ കൂടിക്കൊണ്ടാണ്, അത് മാത്രം കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാതിരിക്കാനുള്ള അവസാനത്തെ ശ്രമം എന്ന നിലയിൽ നാളെ കുറ്റപത്രം കൊടുക്കാൻ പോകുന്നത്. കുറ്റപത്രം നാളെ കൊടുക്കാതിരുന്നാൽ ആകെ ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലം മാത്രമാണ് EDക്ക് ഈ ജാമ്യത്തെ എതിർക്കാനുള്ള ഏക നിയമവഴി. ആ കുറ്റപത്രത്തിന് മുൻപ് സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിലേക്ക് നമ്മൾ പോയാൽ ആ സത്യവാങ്മൂലം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടിയേ അല്ല എന്നുള്ളതാണ്. അതേ കാര്യങ്ങൾ ആ സത്യവാങ്മൂലം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്താണ്? സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയാൽ അതൊരു റോങ് പ്രൊസീഡൻസ് സൃഷ്ടിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു സാധാരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്റരിം ബെയിൽ നൽകിയ ഒരു ചരിത്രമില്ല. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരന് ജോലി പോലെയാണെങ്കിൽ നാളെ ട്രേഡേഴ്സിനും ഈ കർഷകരുമൊക്കെ അവരവരുടെ ജോലി മേഖലയിൽ തങ്ങൾ ജാമ്യം കിട്ടേണ്ടതുണ്ട് എന്ന ഒരു വാദവുമായി വരും. അങ്ങനെ വന്നാൽ നിലവിൽ ഒരാൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നതാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇത് കോടതി നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞതാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിലേതെങ്കിലും തരത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു പൊളിറ്റീഷ്യനാണ് എന്ന നിലയിലല്ല ഞങ്ങൾ ഇത് നൽകുന്നത്, പക്ഷേ ആ സാഹചര്യമാണ് ഞങ്ങൾ കണക്കിലെടുത്തിരിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പിൻ്റെ അസാധാരണമായൊരു സാഹചര്യമുണ്ട്. അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയക്കാരനോ ബിസിനസ്സുകാരനോ എന്നത് നോക്കിയല്ല ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് 2 വർഷം പഴക്കമുള്ളൊരു കേസിൽ, അന്വേഷണം വൈകിപ്പിച്ചൊരു കേസിൽ, തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ദേശീയ പാർട്ടിയുടെ നേതാവിനെ നിങ്ങൾ ജയിലിൽ അടയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രചരണത്തിനുള്ള അവകാശം നിഷേധിക്കുന്നു, ആ പാർട്ടിക്ക് നിഷേധിക്കുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിക്കുന്നു. ഇതിന് മറുപടിയായി ED ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന വാദം ഇതാണ്. ED പറയുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ പ്രചരണം നടത്തുക എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്നാണ് ഇന്നത്തെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഒരു കുറ്റവാളിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും അതൊരു പൊളിറ്റിക്കൽ റൈറ്റ് മാത്രമാണ്, അതൊരു ലീഗൽ റൈറ്റ് പോലുമല്ല എന്നതാണ് ഇന്നിപ്പോൾ ED സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അതും സുപ്രീം കോടതി ഇന്നലെ തന്നെ നിഷേധിച്ചതാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ തിരഞ്ഞെടുപ്പ് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇടക്കാല ജാമ്യം എന്നുള്ളത് ഞങ്ങൾ പരിഗണിക്കുകയില്ലായിരുന്നു എന്നാണ് ദീപാങ്കർ ദത്തയും ഒപ്പം സഞ്ജയ് ഖന്നയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. എന്നുവച്ചാൽ ഇന്ന് ED സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലം അതീവ ദുർബലമാണെന്ന് EDക്കും അറിയാം. ആ സത്യവാങ്മൂലം കൊണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏകദേശം എടുത്തിരിക്കുന്ന ഉറച്ചിരിക്കുന്ന ഇന്റരിം ബെയിലിനെ, ഇടക്കാല ജാമ്യത്തെ നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ ഇനി എന്താണ് മാർഗം? ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ, കുറ്റപത്രം കൊടുക്കുക. കുറ്റപത്രം കൊടുത്താൽ ഇടക്കാല ജാമ്യം കൊടുക്കാൻ കഴിയുമോ? സുപ്രീം കോടതിക്ക് സാധിക്കും. കാരണം സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് എന്ന് പറഞ്ഞ ലോ ഓഫ് ദ ലാൻഡ് ആണ്. അസാധാരണമായ സാഹചര്യത്തിൽ സുപ്രീം കോടതിക്ക് പ്രസിഡൻസ് സെറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് നീതി കൂടി കണക്കിലെടുത്തുകൊണ്ട് സുപ്രീം കോടതിക്ക് ആ പ്രോസസ്സിലേക്ക് കടക്കാം. ആ ഡ്യൂ പ്രോസസ്സിന് ഒരു പരിധിവരെ കോടതിക്ക് അവകാശമുണ്ട്, നാച്ചുറൽ ജസ്റ്റിസിനെ മുൻനിർത്തിക്കൊണ്ട്. അപ്പോൾ നാളെ സംഭവിക്കാൻ സാധ്യതയുള്ളത്, കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞാൽ PMLA ആക്ടിലെ 45-ാമത്തെ സെക്ഷൻ പ്രകാരം ട്വിൻ ടെസ്റ്റ് പാസ്സാവേണ്ടതുണ്ട് കുറ്റാരോപിതനായ വ്യക്തിക്ക് ജാമ്യം കിട്ടാൻ. എന്താണ് ട്വിൻ ടെസ്റ്റ്? ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് അയാൾ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത്
അവിടെ നിൽക്കണം. ഹീ ഷുഡ് നോട്ട് ബി ഫൗണ്ട് ഗിൽറ്റി ഓഫ് കമ്മിറ്റിംഗ് ആൻ ഒഫൻസ്. ഒരു കുറ്റം ചെയ്തു എന്ന നിലയിൽ അദ്ദേഹത്തിന് യാതൊരു രേഖയും ഉണ്ടാവാൻ പാടില്ല. ആരോപണങ്ങളും മൊഴികളും ഉണ്ടാവാം, പക്ഷേ അത് ഇന്ത്യൻ ബെയിലിന് തടസ്സമല്ല. രണ്ടാമത്തത്, ട്വിൻ ടെസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇയാൾ പുറത്തേക്ക് പോയാൽ, ജാമ്യത്തിൽ പോയാൽ ഭാവിയിൽ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയില്ല. അദ്ദേഹം ഈ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയില്ല, കുറ്റകൃത്യം ചെയ്തിട്ടില്ല. ഈ രണ്ടു ട്വിൻ ടെസ്റ്റുകളും ഇതിനോടൊപ്പം തന്നെ ട്രിപ്പിൾ ടെസ്റ്റും പാസ്സാവണം. ട്രിപ്പിൾ ടെസ്റ്റിൻ്റെ കാര്യത്തിലാണ് നമ്മൾ സാധാരണ കവിതയുടെ കാര്യത്തിൽ ആർഗ്യുമെൻ്റ് നമ്മൾ കേട്ടു, സിസോദിയുടെ കാര്യത്തിൽ ആർഗ്യുമെൻ്റ് കേട്ടു. അതിലൊന്ന് രാജ്യം വിട്ടു പോകാൻ പാടില്ല, മറ്റൊന്ന് ഏതെങ്കിലും തരത്തിൽ ഡോക്യുമെൻറ്റ്സിൽ ടാമ്പർ ചെയ്യാൻ പാടില്ല, 3 സ്വാധീനിക്കാൻ പാടില്ല. ഈ 3 കാര്യങ്ങളും യഥാർത്ഥത്തിൽ ട്രിപ്പിൾ ടെസ്റ്റ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതല ഇടക്കാല ജാമ്യം കിട്ടിയാൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അരവിന്ദ് കെജ്രിവാളിനോട് അഭിഷേക് മനു സിംഗ്വിയോട് കോടതി പറഞ്ഞപ്പോൾ ട്രിപ്പിൾ ടെസ്റ്റ് ഏകദേശം പാസ്സായി കഴിഞ്ഞു. പിന്നെ ഇനിയുള്ളത് ട്വിൻ ടെസ്റ്റാണ്. ആ ട്വിൻ ടെസ്റ്റിലേക്ക് വരുമ്പോഴാണ് ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. കുറ്റം ചെയ്തിട്ടുണ്ടോ? നിലവിൽ ചില മൊഴികൾ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ളത്. പ്രൊസീഡ്സ് ഓഫ് ക്രൈം വളരെ നിർണായകമാണ്, ഇതിൽ കണ്ടെത്തിയിട്ടില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയിട്ടില്ല. ശരത്ചന്ദ്ര പ്രസാദ് റെഡ്ഡിയുടെ മൊഴിയല്ലാതെ മറ്റേതെങ്കിലും മൊഴികൾ സാധൂകരിക്കത്തക്കതായി ഉണ്ടോ? അത് ക്രോസ് വെരിഫൈ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ കുറ്റപത്രം കൊടുത്താലുള്ളൊരു ആനുകൂല്യം, സാധാരണ PMLA ആക്ട് സമയപരിധി എന്ന് പറയുന്നത് 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കണം. മാർച്ച് 15-ാം തീയതിയാണ് കവിതയെ അറസ്റ്റ് ചെയ്യുന്നത്. മാർച്ച് 21-ാം തീയതിയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മെയ് 15-ാം തീയതി ആകുമ്പോഴേക്കും 60 ദിവസം കഴിയും. പക്ഷേ PMLA ആക്ട് പ്രകാരം സ്വാഭാവിക ജാമ്യം 60 ദിവസം കഴിഞ്ഞാലും കിട്ടില്ല. പക്ഷേ ഒരു ഇന്റരിം ബെയിലിന് സുപ്രീം കോടതി തുനിഞ്ഞിറങ്ങിയാൽ ഈ ട്വിൻ ടെസ്റ്റ് പാസ്സാകണം എന്നുള്ള ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ കുറ്റം ചുമത്തിക്കൊണ്ടാണ് കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. കവിതയെയും സിസോദിയെയും കുറ്റക്കാരനാക്കുമ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ഗിൽറ്റി ഓഫ് ഒഫൻസ് എന്ന രീതിയിൽ അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുശേഷം അതിനു പുറത്ത് ജഡ്ജിക്കൊരു തീരുമാനമെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. അത് സുപ്രീം കോടതി ജഡ്ജിക്ക് സ്വന്തം റിസ്കിൽ പ്രകാരം മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. അവിടെയാണ് ഒരു ചലഞ്ച് നാളെ നടക്കാൻ പോകുന്നത്. നാളത്തെ പൊളിറ്റിക്കൽ സസ്പെൻസ് എന്ന് പറയുന്നത് ED സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലെ ഈ എന്നുള്ള ആശയത്തെ അല്ലെങ്കിൽ ഒരു സങ്കല്പത്തെ എങ്ങനെയാണ് നാളെ സുപ്രീം കോടതി മറികടക്കാൻ പോകുന്നത്. സുപ്രീം കോടതിക്ക് ഒരാൾ PMLA ആക്ട് 45 സെക്ഷൻ പ്രകാരം ഗിൽറ്റിയാണെന്ന് കണ്ടെത്തിയാൽ ആ സെക്ഷൻ നിലവിലിരിക്കെ ജാമ്യം നൽകാൻ കഴിയില്ല. അപ്പോൾ നാളത്തെ ദിവസം വളരെ നിർണായകമാണ്. സുപ്രീം കോടതി ഏതെങ്കിലും തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും ഇന്റരിം ബെയിൽ നൽകിയാൽ അതിനുള്ള സാധ്യത വിരളമാണെങ്കിൽ കൂടി അതൊരു വലിയ നീക്കമായിട്ടാണ് ഞാൻ കണക്കാക്കുക. അത് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ, ഇന്നലെ നമ്മൾ കൺക്ലൂഡ് ചെയ്തതുപോലെ, നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ശക്തമായ ഉദാഹരണമാക്കി നമുക്ക് കണക്കിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നാളത്തെ ദിവസം വളരെ നിർണായകമാണ്. തീർച്ചയായും സത്യവാങ്മൂലം കൊണ്ട് കുരുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുവന്ന ED ഇതാ തൊട്ടു പിന്നാലെ ചാർജ് ഷീറ്റ് കൂടി ഫയൽ ചെയ്യുകയാണ്. പക്ഷേ അപ്പോഴും പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഇല്ല, മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഈ ചോദ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. 100 കോടിയാണോ 550 കോടിയാണോ എന്ന കാര്യത്തിൽ പോലും നിശ്ചയമായിട്ടില്ല. ഈ ഘട്ടത്തിലാണ് കുറ്റപത്രം കൊടുക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക, ഇതൊരു പ്രോസസ് ഇറ്റ് സെൽഫ് ഈസ് എ പണിഷ്മെന്റ്. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അന്വേഷണം തന്നെ ശിക്ഷയായി മാറുന്നതാണ് PMLA ആക്ടിൻ്റെ കാര്യത്തിൽ കാണുന്നത്, EDയുടെ കാര്യത്തിൽ കാണുന്നത്. വളരെ നാമമാത്രമായ ആളുകളെ മാത്രം ശിക്ഷിച്ചിരിക്കുന്ന ഒരു കേസായിട്ട് ദില്ലി മദ്യത അഴിമതി കേസ് ഭാവിയിൽ മാറും. പക്ഷേ കുറ്റപത്രം കൊടുക്കുന്നത് വഴി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യത്തെ തടയാൻ EDക്ക് ഒരു പരിധിവരെ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ മറികടക്കുന്നുണ്ട് സുപ്രീം കോടതിയെങ്കിൽ അതൊരു പുതിയ ചരിത്രം സൃഷ്ടിക്കലാകുമെന്നാണ് എൻ്റെ ടേക്ക്. അപ്പോൾ തീർച്ചയായും കുരുക്കാൻ തന്നെയാണ് കുറ്റപത്രം. നികേഷ് കുമാർ, ഞാൻ പക്ഷേ അങ്ങനെ കരുതുന്നില്ല. കാരണം സുപ്രീം കോടതിയിലുള്ള വിഷയം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ തൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഹർജിയാണ്. അത് വിചാരണ കോടതിയിലേക്ക് വന്നു, പിന്നീട് ഹൈക്കോടതിയിലേക്ക് വന്നു, അതിനുശേഷമാണ് അപ്പീൽ കോടതി എന്നുള്ള നിലയിൽ സുപ്രീം കോടതിയിലേക്ക് വന്നിരിക്കുന്നത്. സുപ്രീം കോടതി ആ ഹർജി സോളിസിറ്റർ ജനറൽ SV രാജുവിനോട് പറഞ്ഞു, നിങ്ങളിത് വൈകുകയാണ് എന്ന് പറഞ്ഞു. വൈകുമെന്നാണ് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ സുപ്രീം കോടതി സ്വമേധയാ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യം എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇടക്കാല ജാമ്യ ഹർജി സുപ്രീം കോടതിയുടെ മുമ്പാകെ ഇല്ല. എന്നിട്ട് സുപ്രീം കോടതി ആ ഒരു സാഹചര്യത്തെ വിശദീകരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്, ആ ടൈമിങ്ങിനെ കുറിച്ചാണ് സുപ്രീം കോടതി പ്രതിപാദിച്ചത്. ആ ടൈമിങ് സുപ്രീം കോടതി
നിയമത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ സമയത്തല്ലല്ലോ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ടത്. 2 കൊല്ലമായി നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകളുണ്ട്. ആ തെളിവുകൾക്ക് നിങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വേണ്ടി വന്നോ എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഇടക്കാല ജാമ്യം പരിശോധിക്കുന്നത്. ഏതായാലും ഞാൻ വിശ്വസിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന് നാളെ ഇടക്കാല ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ്. ശരിയാണ് ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കുരുക്കാൻ തന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇത് പോരാ, സത്യവാങ്മൂലം പോരാ. സത്യവാങ്മൂലത്തിൽ എന്താ BJP പറയുന്നത്, അല്ല കേന്ദ്ര സർക്കാർ പറയുന്നത്, ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊന്നും ആർക്കും ഇന്നേ വരെ ഇടക്കാല ജാമ്യം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഭരണഘടനാപരമായ അവകാശമോ മൗലിക അവകാശമോ അല്ല. ഇന്നേ വരെ ഒരു രാഷ്ട്രീയ നേതാവിനും പ്രചാരണത്തിന് വേണ്ടി ബെയിൽ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും നാളെ അക്കാര്യത്തിൽ വിധിന്യായം പുറപ്പെടുവിക്കാൻ പോവുകയാണ്. നോക്കൂ, ഇവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രത്യേകത എന്താണ്? നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലാണ് ഇനി 4ാം ഘട്ടത്തിലും 5ാം ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. നോക്കൂ, ഏറ്റവും സൂചി മുനയുടെ ശക്തിയുള്ള വാക്കുകളാണ് അരവിന്ദ് കെജ്രിവാളിൽ നിന്ന്. നമ്മൾ ഇന്നലെ അദാനിയെയും അംബാനിയെയും കുറിച്ച് പറയുമ്പോൾ ദില്ലി നിയമസഭയിൽ അരവിന്ദ് കെജ്രിവാൾ നടത്തിയിട്ടുള്ള പ്രസംഗം ഉദ്ധരിച്ചു. എത്രയോ മാസങ്ങൾക്ക് മുമ്പുള്ള തെരഞ്ഞെടുപ്പ്. നരേന്ദ്രമോദിയെ ഇത്രയും കണിശമായ വാക്കുകൾ കൊണ്ട് പരിഹസിക്കാനും നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ കൃത്യമായി തുറന്നു കാണിക്കാനും കഴിയുന്ന, അതും ഹിന്ദി ഭാഷയിൽ തുറന്നു കാണിക്കാനും കഴിയുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇല്ല തന്നെ. അരവിന്ദ് കെജ്രിവാൾ ഒരു ബോൺ പൊളിറ്റീഷ്യനൊന്നും അല്ല. അദ്ദേഹം IRSലൂടെ 2010-11 കാലഘട്ടത്തിലാണ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. പക്ഷേ എങ്കിൽ പോലും കൃത്യമായ രീതിയിൽ BJPയെ തുറന്നു കാണിക്കാനും നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ രാഷ്ട്രീയത്തെ പരിഹസിക്കാനും കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് നമ്മൾ നോക്കുക. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വലിയൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ തന്നെയും പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണ യോഗങ്ങൾ വലിയ തോതിൽ ആൾക്കൂട്ടത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വെറും ആൾക്കൂട്ടമല്ല, നമുക്കിപ്പോൾ ലോറിയിൽ ആൾക്കൂട്ടത്തെ കൊണ്ടുവന്ന് നിറയ്ക്കാൻ കഴിയും. അവരൊക്കെ തന്നെയും ചിലപ്പോൾ നമ്മളൊരു മുദ്രാവാക്യം വിളിച്ചാൽ അതിൻ്റെ ബാക്കി വിളിക്കാനുണ്ടാവുമായിരിക്കും. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണ യോഗങ്ങൾ നോക്കിയാൽ പ്രിയങ്ക ഗാന്ധിയുടെ ചോദ്യങ്ങളോട്, അവരുടെ വാചകങ്ങളോട് കൃത്യമായ രീതിയിൽ ക്രൗഡ് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഓരോ വാചകവും കേട്ട് ആളുകൾ അതിനോട് പ്രതികരിക്കുന്നു എന്ന്. അവിടേക്കാണ് ആര് വരുന്നത്? അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മറ്റൊരു നേതാവ് കൂടി വരുന്നത്. ഈ 2 നേതാക്കളും ഒരുപക്ഷെ 4, 5, 6, 7 ഘട്ടം തെരഞ്ഞെടുപ്പുകളെ വലിയ തോതിൽ മാറ്റിയെടുക്കാൻ, അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സത്യവാങ്മൂലവുമായിട്ടും കുറ്റപത്രവും ഒക്കെ ആയിട്ട് കേന്ദ്ര സർക്കാരും BJPയും രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരിഹാസ്യമായിട്ടുള്ള കാര്യം. കാരണം ഒരു നേതാവ് തങ്ങൾക്കെതിരെ വരുന്നു, ഞങ്ങൾ ജയിലിൽ പിടിച്ചിട്ട ഒരു നേതാവ്, ആ ജയിലിൽ പിടിച്ചിട്ട നേതാവ് തിരിച്ച് ഒരു റബ്ബർ പന്ത് ചുമരിലേക്ക് എറിഞ്ഞതുപോലെ തിരികെ വരികയാണ്, തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയാണ്. ആ തിരിച്ചറിവ് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നിലയിൽ ആശങ്കയുണ്ടാക്കുന്നു, അവരെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയൊക്കെ കൈവിട്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞല്ലോ. എങ്ങനെയാണ് കൈവിട്ട് വർത്തമാനം പറയേണ്ടി വരുന്നൊരു സാഹചര്യം? അദാനിയും അംബാനിയും ടെമ്പോ വാനിൽ കള്ളപ്പണം രാഹുൽ ഗാന്ധി കൊടുത്തുകൊണ്ടാണോ രാഹുൽ ഗാന്ധി ഇപ്പോൾ അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും പറയാത്തത് എന്ന് പറയേണ്ടി വരുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നത്. നോക്കൂ, എങ്ങനെയാണ് അദാനിയും അംബാനിയും കള്ളപ്പണം രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു? ഒരു വിവരവും ഇല്ലാതെ നരേന്ദ്രമോദി അങ്ങനെ പറയില്ലല്ലോ. അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും ഏറ്റവും നല്ല ബോധ്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ശരിയായിരിക്കാം രാഹുൽ ഗാന്ധിക്ക്, എനിക്ക് എൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിലുള്ള ബോധ്യം എന്ന് പറയുന്നത് അദാനിയും അംബാനിയും രാഹുൽ ഗാന്ധിക്ക് പണം കൊണ്ടുകൊടുത്തിട്ടുണ്ടാവും എന്നാണ്. ഞാൻ നേരത്തെ ചർച്ചയിൽ ഉന്നയിച്ച പോലെ തന്നെ മുൻകാലങ്ങളിൽ നമുക്ക് ഓർമ്മയില്ലേ, രാംവിലാസ് പാസ്വാനൊക്കെയാണ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങോട്ട് ചായണോ ഇങ്ങോട്ട് ചായണോ എന്ന് തീരുമാനിക്കുക. കറക്റ്റായിരിക്കും അത്. ഏത് സീഫോളജിസ്റ്റിനേക്കാളും കൂടുതൽ കൃത്യമായ രീതിയിൽ ഏത് മുന്നണിയാണ് ഏത് പാർട്ടിയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് നല്ല തിരിച്ചറിവുള്ള ആളാണ് രാംവിലാസ്. എന്നതുപോലെ തന്നെ നല്ല തിരിച്ചറിവുള്ള ആളുകളാണ് ആര്? ഈ അദാനിയോ അംബാനിയോ എന്ന് പറയുന്നത്. അവർ രാഹുൽ ഗാന്ധി കൊണ്ടുപോയി പണം കൊടുത്തിട്ടുണ്ട്.
രാഹുൽ ഗാന്ധിക്ക് പണം കൊടുത്ത കാര്യം ആരെ മനസ്സിലാക്കി? നരേന്ദ്രമോദി മനസ്സിലാക്കി. ആരാ ഈ അദാനി എന്നുള്ളത് കൂടി കാണണം. ഈ രാഹുൽ ഗാന്ധിയെ ജയിലിലിടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ്. ഈ രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് അദാനി. ആ അദാനി രാഹുൽ ഗാന്ധിക്ക് പണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പണം കൊടുത്തു എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങേർക്ക് ഷോക്ക് ഉണ്ടാവും. ആ ഷോക്കിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം പൊതുയോഗത്തിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞല്ലോ, യോഗേന്ദ്ര യാദവ് പറഞ്ഞത് 20 സീറ്റുകൾ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലുമായി തോറ്റു. ആദ്യത്തെ 1-2 ഘട്ടങ്ങളിൽ 20 സീറ്റ് തോറ്റു, മൂന്നാമത്തെ ഘട്ടത്തിൽ 20 സീറ്റ് തോറ്റു. അങ്ങനെ 40 സീറ്റ് തോറ്റതായി യോഗേന്ദ്ര യാദവ് പറയുന്നു. ഞാൻ ഇന്ന് ഒരു ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട ഓരോ ഘട്ടത്തിലും 10 സീറ്റുകൾ വെച്ച് കുറയും എന്നാണ് BJPയുടെ ഇന്റേണൽ സർവേ എന്നാണ്. അങ്ങനെയാണെങ്കിൽ 70 സീറ്റുകളാണ്. 303-ൽ നിന്ന് 70 പോയാൽ എന്താ അവസ്ഥ? ഏതാണ്ട് 230 സീറ്റുകൾ. 230-നും 240 സീറ്റുകൾക്കിടയിൽ BJP കളിക്കുന്നു എന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ലാന്നാണ്. അതാ ഉണ്ണി പറഞ്ഞത്. അതായത് അങ്ങനെ 230-നും 240-നും ഇടയിലാണെങ്കിൽ അവിടെ നരേന്ദ്രമോദി ഇല്ല, അവിടെ അമിത്ഷാ ഇല്ല, അവിടെ BJPയിൽ നിന്ന് തന്നെയുള്ള വേറൊരു പ്രധാനമന്ത്രിയാണ്. മറ്റൊരു സർക്കാർ വരുന്നതിനേക്കാൾ കൂടുതൽ നരേന്ദ്രമോദി ആശങ്കപ്പെടുന്നതും ഭയപ്പെടുന്നതും BJPയിലെ മറ്റൊരു നേതാവ് പ്രധാനമന്ത്രിയാവുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന കാര്യമല്ലാന്ന് നോക്കൂ. നമ്മൾ ആലോചിക്കും, നമ്മുടെ കാലഘട്ടത്തിലൊക്കെ തന്നെയും എൻ്റെ തലമുറയിൽ തന്നെ BJP എന്ന് പറയുന്നത് എത്ര വൈവിധ്യമുള്ള രാഷ്ട്രീയ നേതാക്കളുള്ള പാർട്ടിയാണ്. ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലുള്ള നേതാക്കൾ, വളരെ ജനകീയമായിട്ടുള്ള BJPയുടെ ആശയം എന്ന് പറയുന്നത് വർഗീയ രാഷ്ട്രീയമൊക്കെ ആണെങ്കിൽ പോലും വളരെ ജനകീയ അടിത്തറയുള്ള എത്ര നേതാക്കൾ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അവരെയൊക്കെ ഓരോ ഘട്ടത്തിൽ വെട്ടിയും വെട്ടി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരൊറ്റ പർവ്വതം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരുണ്ടെങ്കിൽ തന്നെ അടിമത്തത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിലല്ലേ അവർ വഴിപിഴച്ചു പോകും, അല്ല അവരുടെ ജീവിതം, രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് വളരെ നിർണായകമായ ഘട്ടമാണ് അത്. അംബാനിക്കും മനസ്സിലായിരിക്കുന്നു. ഇത് അരവിന്ദ് കെജ്രിവാൾ വരും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അരവിന്ദ് കെജ്രിവാൾ പഴയ അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കില്ല ഇനി. അതായത് മുമ്പ് എനിക്ക് അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയെക്കുറിച്ചോ ഒന്നും വലിയ അഭിപ്രായമുള്ള ആളല്ല. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ കുടുംബത്തെ സമാധാനിപ്പിച്ചത്, അരവിന്ദ് കെജ്രിവാളിൻ്റെ കുടുംബത്തെ കൂടി ഈ പറയുന്ന രാഷ്ട്രീയ പൊതുയോഗങ്ങളിലൊക്കെ തന്നെയും പങ്കെടുപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ, കോൺഗ്രസ് ആണല്ലോ ഈ വിഷയം ആദ്യം ഉന്നയിച്ചത്. ആ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ നൽകി അരവിന്ദ് കെജ്രിവാളിനെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ ഒരാൾ പോലും ഒരഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ലല്ലോ. ആ അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വരുമ്പോൾ പറയാൻ പോകുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ, ചാട്ടൂളിയായിരിക്കും, ചാട്ടൂളി. മാത്രമല്ല 42%-ലധികം വോട്ട് കഴിഞ്ഞ നിയമസഭയിൽ നേടിയ ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ കോൺഗ്രസ് ആണ് എതിരാളി. ആ കോൺഗ്രസ് ആണ് ആം ആദ്മി പാർട്ടിക്ക് ദേശീയ തലത്തിൽ പിന്തുണ കൊടുക്കുന്നത്. മാത്രവുമല്ല, ഏറെ ശ്രദ്ധേയമായ കാര്യം ആം ആദ്മി പാർട്ടി ചെയ്തത് ഒരു തരത്തിലും ഭാര്യയ്ക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പദവിയും കൊടുക്കാതെ അവരുടെ സെന്റിമെന്റ്സ് മാത്രം എക്സിബിറ്റ് ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളതാണ്. ഒരു പദവിയും കൊടുത്തില്ല. നമ്മൾ കരുതിയിരുന്നത് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പദം കൊടുത്തേക്കാം എന്നുള്ളതാണ്. പക്ഷേ അത് കൊടുക്കാതിരുന്നു എന്നതുകൂടിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം. അത് പഞ്ചാബിലും ഹരിയാനയിലും സൃഷ്ടിക്കാൻ പോകുന്ന തരംഗം ചെറുതല്ല. അവസാന 2 തിരഞ്ഞെടുപ്പുകളിലും, ലോക്സഭയ്ക്ക് ശേഷം പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം പഞ്ചാബിൽ ഹരിയാനയിൽ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. അവിടെ 15ഓളം ജില്ലാ പരിഷത്തുകളുണ്ട് ആം ആദ്മി പാർട്ടിക്ക്, ശക്തമാണ്. അവിടെയാണ് JJP ഇപ്പോൾ പിന്തുണ പിൻവലിച്ചിരിക്കുന്നത്. അപ്പോൾ JJP കോൺഗ്രസിനോട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ സർക്കാർ ഉണ്ടാക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ റെഡിയാണ്. ഹൂഡ സർക്കാർ അവിടെ ഉണ്ടാകുന്നില്ല, അവർ ക്ഷമിച്ചിരിക്കുക. ആ പൊളിറ്റിക്കൽ മൈലേജ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർക്കാർ ഉണ്ടാക്കാനല്ല. നോക്ക്, ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും കൂടുതൽ വിഭാഗീയതയുള്ള ഒരു സംസ്ഥാനം, കോൺഗ്രസിൽ വിഭാഗീയതയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഹരിയാനയാണ്. അവിടെ ഭൂപീന്ദർ ഹൂഡയൊക്കെ കാണിക്കുന്ന ഒരു പക്വത എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ മൈലേജിന് വേണ്ടിയിട്ടാണ്. നോക്ക്, നമ്മളിപ്പോൾ കാണേണ്ടത് കോൺഗ്രസ് അതിൻ്റെ പുനരുജ്ജീവനത്തിൽ തന്നെയാണ്, ഒരു തർക്കവുമില്ല. നോക്ക്, ഇന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ബോധ്യം ഉണ്ടാവില്ല. RJD, അതുപോലെ SP, ഏറ്റവും കൂടുതൽ CPIM പോലും ഇങ്ങനെ തെളത്ത് വളരുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇപ്പുറത്തോ JDU പൊളിഞ്ഞ് പാളിസായി കടപൂട്ടി. അതുപോലെ തന്നെ ഈ പറയുന്ന ദേവഗൗഡയുടെ സെക്യുലർ പൊളിഞ്ഞ് പാളിസായി കടപൂട്ടി. BSP പൊളിഞ്ഞ് പാളിസായി കടപൂട്ടി. ഇപ്പുറത്താണ് ജീവനുള്ളത്, ഇപ്പുറത്താണ് ഈ പറയുന്ന ഊർജ്ജമുള്ളത്. അല്ല, ഇനി അങ്ങോട്ടേക്ക് നടക്കാണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നോക്കിയോളൂ. ഇപ്പൊ പഞ്ചാബിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു ഇടവേള വേണം. ആ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം അല്ലേ? തിരിച്ചു വരാം. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർക്കാനുണ്ട്. അതെ,
ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിക്കും ബി ജെ പി നേതൃത്വം എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും സംഭവിച്ചിട്ടുള്ള തന്ത്രപരമായ വീഴ്ചകളാണല്ലോ ഞാൻ നേരത്തെ 1, 2, 3 എന്ന നിലയ്ക്ക് പറഞ്ഞത്. ഈ 400 സീറ്റ് അടക്കം തുടങ്ങിയിട്ടുള്ള അതിനകത്ത് തന്ത്രപരമായ വീഴ്ചകളിൽ ഒരു പ്രധാനപ്പെട്ട വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റാണ്. കെജ്രിവാളിൻ്റെ മാത്രമല്ല കേട്ടോ, ഹേമന്ത് സോറിൻ്റെ അറസ്റ്റും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തൂടെ ഞാൻ വളരെ എക്സ്റ്റൻസീവായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. ജാർഖണ്ഡിൽ ഈ ഗോത്ര വികാരം എന്ന് പറയുന്നത് അത് പാർട്ടി ഭേദമന്യുള്ളൊരു വികാരമാണ്. അത് വലിയ ഗോത്ര സമൂഹമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ബാബുലാൽ മറാൻഡി എന്ന് പറഞ്ഞ വളരെ പവർഫുൾ ആയിരുന്ന നേതാവ് ഉണ്ടായിരുന്നു ബി ജെ പിക്ക് ജാർഖണ്ഡിൽ. ബാബുലാൽ മറാൻഡിയുടെ നേതൃത്വത്തിലാണ് ബി ജെ പി അവിടെ വളർന്നത്. അതിന് ബാബുലാൽ മറാൻഡിയുടെ തൊട്ടു താഴെയുള്ള അർജുൻ മുണ്ട വളർന്നു വന്ന സമയത്ത് ബാബുലാൽ മറാൻഡിയും അർജുൻ മുണ്ടയും തമ്മിലൊരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് ബാബുലാൽ മറാൻഡി പുറത്തേക്ക് പോയി. എന്നിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കി. അന്ന് ബി ജെ പി ബാബുലാൽ മറാൻഡിയോട് അനീതി കാണിച്ചു എന്നൊരു വികാരം ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ ശക്തമായപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാവോ? ഷിബു സോറൻ തിരിച്ച് ജാർഖണ്ഡ് മുക്തി മോർച്ച തിരിച്ച് അധികാരത്തിൽ വന്നു ജാർഖണ്ഡിൽ. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ജാർഖണ്ഡിലുണ്ട്. ഇവിടെ ഇപ്പോൾ ഹേമന്ത് സോറൻ അകത്ത് കിടക്കുകയാണ്. ഹേമന്ത് സോറൻ എന്ന് പറയുന്നൊരു വളരെ ശക്തനായ ഗോത്ര നേതാവാണ്. ആ ഗോത്ര നേതാവിനെ പിടിച്ച് അകത്തിടുമ്പോൾ അതൊരു വലിയ സ്ട്രാറ്റജിക്കൽ എററാണ്. ഇതേപോലെ തന്നെയാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റും. അതും ഒരു വലിയ സ്ട്രാറ്റജിക്കലായിട്ടുള്ള പിഴയാണ്. ആ 2 പിഴകൾ മാത്രമല്ല, ഇനി ഒരു കാര്യം കൂടി പറയാം. നോക്കൂ, ഈ പറയുന്ന ചെങ്കോല് സ്ഥാപിച്ചല്ലോ പാർലമെന്റിനകത്ത്. ചെങ്കോല് സ്ഥാപിച്ച സംഭവവും അവിടെ ദ്രൗപദി മുർമുവിൻ്റെ അസാന്നിധ്യവും വടക്കേ ഇന്ത്യയിൽ ഒരു വലിയ പ്രചാരണ വിഷയമാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം ഏതാണെന്നറിയാമോ? ഒഡീഷയാണ്. ഒഡീഷയിൽ പരമാവധി ശ്രമം നടത്തി ബിജു ജനതാദളുമായിട്ട് സഖ്യമുണ്ടാക്കാനായിട്ട്. ഇപ്പോൾ അവിടെ പോയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ നരേന്ദ്രമോദി? ഇവിടെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന നേതാവ് പാണ്ഡ്യനാണ്. അദ്ദേഹമാണല്ലോ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാണ്ഡ്യൻ തമിഴനാണ്. അതുകൊണ്ട് ഈ മണ്ണുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു നേതൃത്വം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി ഞങ്ങളെയാണ് നിങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. അവിടെ വലിയ മുന്നേറ്റമാണ് ഒഡീഷയിൽ ബിജു ജനതാദൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, അവിടെ ഒരു വലിയ പ്രചാരണം ശക്തമാണ്. ഈ ദ്രൗപദി മുർമുവിനെ പാർലമെന്റിൽ നിന്ന് മാറ്റുക മാത്രമല്ലല്ലോ, ചെങ്കോൽ അവിടെ സ്ഥാപിച്ചിട്ട് ഈ പറയുന്ന വലിയ സന്യാസിമാരെ കാഷായ വേഷമൊക്കെ ഇടിച്ചുകൊണ്ടുവന്ന് പാർലമെന്റിൽ വന്നിട്ട് വലിയ ചാൻറ്റിങ്ങും മന്ത്രോച്ചാരണങ്ങളും ഒക്കെ ആയിരുന്നു. അതൊക്കെ അതർ ബാക്ക്വേർഡ് ക്ലാസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇഫക്റ്റ് ചെറുതല്ല. ഒരു കാര്യം കൂടി പറയാം. ഈ അർത്ഥത്തിൽ മാത്രമല്ല, ദ്രൗപദി മുർമുവിൻ്റെ കേസ് ഈ അയോധ്യ ക്ഷേത്രത്തിനും ബാധകമാണ്. അയോധ്യ ക്ഷേത്രത്തിൽ പോയിട്ട് ഈ കാഷായ വേഷവും ധരിച്ചിരുന്ന് ബ്രാഹ്മണിക്കലായ ഒരു ചടങ്ങിന് നേതൃത്വം കൊടുത്തയാളാണ് ഈ പ്രാണപ്രതിഷ്ഠ നടത്തിയ നരേന്ദ്രമോദി എന്നത് വലിയൊരു വികാരമായിട്ട് ഉത്തർപ്രദേശിലെ അതർ ബാക്ക്വേർഡ് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എസ് പിയുടെ ട്രംപ് കാർഡ് അതാണ്. ഈ മനുഷ്യൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ പറയുന്നത് ഞാൻ പിന്നോക്കക്കാരനാണ് എന്ന് പറയുമ്പോൾ പോലും റെപ്രസെൻ്റ് ചെയ്യുന്നത് ബ്രാഹ്മണിക്കലായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐഡിയോളജിയാണ് അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്ക് സമാജ്വാദി പാർട്ടി വലിയ ക്യാമ്പയിൻ അവിടെ നടത്തുന്നുണ്ട്. വീണ്ടും സ്ട്രാറ്റജിക്കലായിട്ടുള്ള എറർ. ഇനി ഒരു കാര്യം കൂടി പറയാം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു അനാവശ്യമായ കാര്യമായിരുന്നു ഈ സമയത്ത് എന്ന് ബി ജെ പി തിരിച്ചറിയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കണമെങ്കിൽ, വനിതാ സംവരണ ബില്ല് നടപ്പാക്കണമെങ്കിൽ, നല്ല കാര്യമാണ് വനിതാ സംവരണ ബില്ല്, ഒരു സംശയമില്ല. പക്ഷേ ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ എന്ത് വേണം? ഭരണഘടന മാറ്റി എഴുതണം. ഭരണഘടന മാറ്റി എഴുതുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ബി ജെ പിയുടെ എന്നും അതിനാണ് ഈ 400 സീറ്റ് എന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം നടത്തിയപ്പം ബുമറാങ് ചെയ്തു എന്ന് മാത്രമല്ല, ഇപ്പം എന്താണ് നരേന്ദ്രമോദി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ബാബറി മസ്ജിദിൻ്റെ ലോക്ക് തുറക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പ്രസംഗിക്കുന്നത്. അതായത് ഇവരിനി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇവരാണ് ഭരണഘടന മാറ്റാൻ പോകുന്നതെന്നും അതെന്തിനാണ് വീണ്ടും അവിടെ അയോധ്യ ക്ഷേത്രം അടച്ചു പൂട്ടിയിട്ട് ബാബറി പള്ളിയുടെ പൂട്ടിയ താഴ് വീണ്ടും തുറക്കാനാണ് എന്ന് എന്തിനാണ് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത്? കാരണം വെച്ചാൽ ഈ ഭരണഘടന മാറ്റിയിടും എന്ന് പറയുന്ന ഒരു ഭീകര വികാരമായിട്ട് നെഗറ്റീവായിട്ട് മാറിയിരിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ എണ്ണം പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വരുത്തിയിട്ടുള്ള വീഴ്ചകൾ എണ്ണം പറഞ്ഞുകൊണ്ടൊരു വലിയ വിഭാഗം ബി ജെ പിക്കുള്ളിൽ വളരെ ശാന്തതയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്കായിരിക്കും പോവുക എന്നുള്ളത്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരായിട്ടുള്ളൊരു ശക്തമായ വികാരം കൊടുങ്കാറ്റ് പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വികാരവും ഇല്ല എന്ന് പറയുമ്പം നരേന്ദ്രമോദി 2014-ലും 2019-ലും ഉണ്ടാക്കിയ വേവ് വളരെ പ്രത്യക്ഷമായ വേവായിരുന്നു. ആ വികാരം നമ്മൾ കണ്ടു. ആ വികാരം വോട്ടായി മാറി. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് സീറ്റായും മാറി. നമ്മളിപ്പോൾ കാണാത്ത വികാരം എന്ന് പറയുന്നത് ആൻറ്റി മോഡി വികാരമാണ്. അങ്ങനെ ഒരു വികാരം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ആൻറ്റി മോഡി വികാരം ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കാത്തത് പ്രത്യക്ഷമല്ലാത്തതുകൊണ്ടാണ്. 2004 അതിന് ഏറ്റവും നല്ല ഉദാഹരണം. 2004 നമ്മൾ ഒരു തരംഗവും കണ്ടിരുന്നില്ല. പക്ഷേ അടിത്തട്ടിലൊരു വലിയ ഒഴുക്കുണ്ടാവുകയും ആ ഒഴുക്കിൻ്റെ അടിസ്ഥാനത്തിൽ 2004 തെരഞ്ഞെടുപ്പിൽ വാജ്പേയി സർക്കാർ കടപുഴക്കി എറിയപ്പെടുകയും ചെയ്തുവെങ്കിൽ 2024 ഒരു തരംഗമുണ്ട്. ആ തരംഗമെന്ന് പറയുന്നത് ആൻറ്റി മോഡി വേവാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒറ്റ വാചകം മാത്രം. അതായത് കാറ്റില്ല എങ്കിൽ പ്രാദേശിക വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാന പരിഗണന വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലില്ലായ്മ പ്രധാന പരിഗണനാ വിഷയമാകും. നോക്കൂ, 2009 UPA 2 ഉണ്ടാകാനുള്ള കാരണം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയതാണ്.
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അഗ്നിവീറായിരിക്കും. നോക്കൂ, നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ കാണരുത്. കേരളത്തിൽ നിന്നുള്ള ഒരു കോണ്ടെക്സ്റ്റാണ്. ഉത്തരേന്ത്യയിലെ ഓരോ കുടുംബത്തിലും ഒരു പട്ടാളക്കാരനെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ പട്ടാളക്കാരനെ അയക്കുക എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ആ ദൗത്യം നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് തീരേണ്ടി വരുമെന്നും അവൻ പെൻഷനില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് വരുമെന്ന് പറയുന്നത് ഓരോ വീടിൻ്റെയും പ്രശ്നമാണ്. മിസ്കാൽക്കുലേഷൻ. അപ്പോൾ ചോദ്യം കുരുക്കാനോ കുറ്റപത്രം എന്നുള്ളതാണ്. 4 പേരും യെസ് എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.